ആ വെട്ടമ്മീനോട് ആളുണ്ട്. ഹലോ മച്ചാമാരെ, ഒരു കിടിലൻ മീൻ പിടുത്തത്തിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിത് തിരുവനന്തപുരത്ത് വന്നേക്കേണ്ട. ഇവിടത്തെ മീൻ പിടുത്തം എപ്പോഴും വെറൈറ്റി ഒരു മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേര സമയത്താണ് നമ്മൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി പോകണേട്ടാ. ചില സമയത്ത് മീനിൻ്റെ തക്കു എന്ന് പറയും, അത് കാലത്ത് മാത്രമല്ല രാത്രി മാറി വരും. അങ്ങനെ വൈകുന്നേരം നമ്മളൊരു ഉച്ച സമയം വെയിലൊക്കെ ആറിയതേ വലിയ വെള്ളത്തിലോട്ട് ക്യാരിയർ വെള്ളം കൊണ്ട് കയറാൻ വേണ്ടി പോകുന്നൊരു കാഴ്ചയാണ്. അപ്പം നേരെ നമ്മൾ എല്ലാവരും കൂടി ഇനി വലിയ വെള്ളത്തിലോട്ട് കയറാൻ വേണ്ടി പോവേണ്ട. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നല്ല കേട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അങ്ങനെ എല്ലാവരും കൂടി വലിയ വെള്ളത്തിലോട്ട് കയറേണ്ട. ഞാനും കയറി. അതുപോലെ ഈ കറുത്ത ജഗ്ഗി കാണുന്നത് ഡീസലാണ് കേട്ടാ. കാരണം വെള്ളം ഇവിടെ അടുത്ത് ഇങ്ങനെ പമ്പുകളില്ല, നമ്മുടെ കടവുകൾ ഉള്ള പോലെ. അപ്പോൾ അതുകൊണ്ട് ഡീസലൊക്കെ കൊണ്ടുവന്ന ജഗ്ഗിലാണ് നിറയ്ക്കാൻ വേണ്ടി. അങ്ങനെ ജഗ്ഗിൽ ഡീസൽ നിറച്ച് നമ്മൾ നേരെ മുതലപ്പുഴയിലെ അഴി കടന്ന് പുറത്തോട്ട് പോണ കാഴ്ച കേട്ടാ. ചെറുവള്ളങ്ങൾ നമ്മൾ മീനെടുക്കാൻ വേണ്ടി പുറകെ കെട്ടി വലിച്ച് കൊണ്ടുവരാൻ കേട്ടാ. 2 വള്ളങ്ങളുണ്ട്. അപ്പോൾ 2 വള്ളത്തിന് എന്തേ കെട്ടി വലിച്ച് കൊണ്ടുവരികയാണ് നമ്മുടെ വലിയ വെള്ളം. ഇരുട്ടായി മീൻ കണ്ട് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വെട്ടം വെച്ച്, ലൈറ്റുള്ള വെട്ടമാണ് ആ ജഗ്ഗിനുള്ളിൽ വെച്ചേക്കണത്. ആ വെട്ടം അങ്ങനെ വെച്ചേക്കണത് ഇരുട്ടായ പിന്നെ ആളടിച്ചു കഴിഞ്ഞാൽ വള്ളം കറങ്ങിയൊരു മിനി ആളെ കണ്ടില്ലെങ്കിലാന്നുള്ള രീതിയിൽ ആളെ കാണാൻ വേണ്ടി ആൾ ആ ഒരു വെട്ടവും പിടിച്ചിട്ടാണ് ചാടുന്നത് കേട്ടാ. അങ്ങനെ 3 പേരാണ് ചാടുന്നത്. അങ്ങനെ 3 പേരും കൂടി ദൈവത്തിനെ വിളിച്ചുകൊണ്ട് കടലിലോട്ട് ഒരു ഒറ്റ ചാട്ടമാണ്. അങ്ങനെ അതേ വല കറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ ഈ കാണണേട്ടാ. ഫുള്ളായിട്ട് ഇതേ വല പോവുകയാണ് അങ്ങാട്. വല മൊത്തം പോവുകയാണ് കേട്ടാ. വല പോയിക്കൊണ്ടിരിക്കേണ്ട. വല അടിക്കണനുസരിച്ച് ഇവിടെ തീരുന്നതനുസരിച്ച് ഇങ്ങനെ കറക്കി കറക്കി വെള്ളം റൗണ്ടിൽ അങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അതിനാണ് ഓരോ കറങ്ങി കറങ്ങി പോകുന്നുണ്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ആപ്പിൾ എന്നാണ് ഇതിനെ പറയണത്. ബോൾ പോലെ ഇരിക്കുകയാണ്. അതിൻ്റെ ഏകദേശം കോടൻ്റെ ഭാഗം തീരാറാകുമ്പോൾ ഇവിടെ വല വിടുന്ന ആൾ വിളിച്ചു പറയും. അപ്പോൾ അതനുസരിച്ച് വെള്ളം പയ്യെ ഇങ്ങനെ ചുരുക്കി അങ്ങോട്ട് കൊണ്ടുവരും. അതായത് റൗണ്ടാക്കി ഒരു വട്ടം പോലെ അടിച്ചാട്ടുന്ന് പിന്നെ തറ്റം വരെ ഒരു റൗണ്ടിൽ അങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. വല ഏകദേശം പോയി തീരാറായിട്ടാ. മിന്നിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആ പോണ കേട്ടോ. അവിടെ വല കറങ്ങിയെത്തി. അപ്പം ഇനി കുട്ടിക്കുന്ന ആളാണ്ടാ. ഇല്ല കുഴപ്പമില്ലല്ലേ, നോക്കിക്കോ. ഇതിലൊന്നും ഇവിടെ അടിച്ചാണ് കുഴപ്പമില്ല. വലിച്ചു വെച്ചു വല കയറി വരുന്നതിനനുസരിച്ച് ഒരു നെയ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ നെയ്മീൻ ഇറക്കാന്നൊക്കെ പറയുന്നത് ഒരു നെയ്മീനാണ് വലയിൽ ആദ്യം കിട്ടിയതാട്ടാ. പിന്നെ അതുപോലെ തന്നെ ശീലാവ് കിട്ടി, ചൂര കിട്ടി. അതൊക്കെ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ വലയിൽ എന്തെങ്കിലും കീറ്റൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ അത് കോർത്തെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വല ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ആ കീറ്റ് കോർത്തെടുക്കേണ്ട. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഉടക്കി പിടിച്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം ആ വെയിറ്റൊക്കെ കോർത്ത് സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ വല പിടിക്കണതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടാ. കഷ്ടപ്പാടി കാണില്ല നീ അല്ലാതെ അറിവില്ല നമ്മളെ വിളിയും വല ചുരുങ്ങി അങ്ങനെ വലയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ മീനിൻ്റെ കോരി എടുക്കുന്ന കാഴ്ചയുണ്ട് ഈ കാണുന്നത്. നേരെ ചെറുവള്ളത്തിലോട്ട് മീൻ കോരി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം നമുക്ക് ഇത്രയും മീനൊക്കെയാണ് കിട്ടിയത്. പണിയും കാര്യങ്ങളൊക്കെ ഇത്രയും മോശമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ചില നല്ല അടിപൊളി കിടിലം പണിയൊക്കെ വരും. അപ്പോൾ അതുപോലെ കിടിലം വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുമ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നല്ല അടിപൊളി കിടിലം കിട്ടിക്കാച്ച് വീഡിയോ ടാറ്റാ.